മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും ഇപ്പോൾ നോക്കുന്നുണ്ടാവുന്നത് മിസ്സിൻ്റെ പിന്നിൽ ഈ ഒരു നമ്പർ ആയിരിക്കും അല്ലേ, 3864. അപ്പോൾ എന്താണ് മിസ് ഇങ്ങനൊരു നമ്പർ വെച്ചത്? ഇത് വേറൊന്നുമല്ല, കഴിഞ്ഞ വർഷത്തെ നമ്മളുടെ എക്സാം വിന്നറിൻ്റെ ലക്ഷ്യ ബാച്ചിൽ ഇത്രയും മക്കൾക്കാണ് ഫുൾ A+ കിട്ടിയിട്ടുള്ളത്. ഇത് ടോട്ടൽ ഫുൾ A+കളുടെ കൗണ്ട് അല്ല, 3864 കുട്ടികൾക്കാണ് ഫുൾ A+ കിട്ടിയത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും നമ്മളുടെ SSLC ലക്ഷ്യ ബാച്ച് എന്ന് പറയുന്നത് വെറുതെ നമ്മളിങ്ങനെ വന്നോളൂ പഠിച്ചോളൂ എന്ന് പറയുന്നൊരു കാര്യമല്ല. നമ്മൾ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ബാച്ചാണ് നമ്മളുടെ എക്സാം വിന്നറിൻ്റെ ലക്ഷ്യ ബാച്ച്. അപ്പം നിങ്ങൾ ഇനിയിപ്പോൾ 10ാം ക്ലാസ്സിലേക്ക് പോകുന്ന മക്കളാണെങ്കിൽ, നിങ്ങൾ SSLCയിൽ ഫുൾ A+ എന്ന് പറയുന്ന ഒരു ഡ്രീം കൊണ്ട് നടക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ അച്ഛനെയും അമ്മേനെയൊക്കെ ഒന്ന് പ്രൗഡാക്കണം. ഒരാൾ ചോദിക്കുമ്പോൾ എൻ്റെ കുട്ടിക്ക് ഫുൾ A+ ആണ് എന്ന് നിങ്ങളുടെ പാരൻസിനും നിങ്ങളുടെ റിലേറ്റീവ്സിനും നിങ്ങൾക്ക് അല്ലേ നമ്മൾക്കൊരു സെൽഫ് പ്രൗഡായിട്ട് നിൽക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. കാരണം നമ്മളുടെ SSLC ലക്ഷ്യ ബാച്ചിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മിസ് ഇതിനകത്ത് പറയുന്നുണ്ടാകും. ആൻഡ് നമ്മളുടെ ബാച്ച് എന്നാണ് തുടങ്ങുക, കുറേ മക്കളുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, മിസ് എത്രയും പെട്ടെന്ന് ബാച്ച് സ്റ്റാർട്ട് ചെയ്യൂ, സ്കൂൾ തുടങ്ങുന്നതിന് മുൻപ് ബാച്ച് തുടങ്ങും. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസും റിക്വസ്റ്റും എല്ലാത്തിൻ്റെയും ആൻസറാണ് നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ മിസ് പറയുന്നത്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, അപ്പം നമ്മളുടെ എക്സാം വിന്നറിൻ്റെ ലക്ഷ്യ ബാച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ SSLC കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കേരളത്തിലെ തന്നെ നമ്പർ 1 ബാച്ചാണ്. കാരണം ഇത്രയും പവർഫുൾ ആയിട്ടുള്ള വേറൊരു ബാച്ച് SSLC കുട്ടികൾക്ക് വേണ്ടിയിട്ട് കേരളത്തിലില്ല. കാരണം നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി, ഇത്രയും കുട്ടികൾക്ക് ഫുൾ A+ കിട്ടണം എന്നുണ്ടെങ്കിൽ അതെനിക്ക് തോന്നുന്നു SSLCയിൽ ഏതൊരു ബാച്ച് എടുത്താലും ഏതൊരു ട്യൂഷൻ സെൻറ്റർ എടുത്താലും ഇത്രയും കുട്ടികൾക്ക് ഒരൊറ്റ ബാച്ചിൽ നിന്ന് ഫുൾ A+ കിട്ടുന്നത് ആദ്യമായിട്ടായിരിക്കും. അത് നമ്മുടെ എക്സാം വിന്നറിൻ്റെ ലക്ഷ്യ ബാച്ചിൽ നിന്നാണ്. അപ്പോൾ ഈ ലക്ഷ്യ ബാച്ചിൽ എങ്ങനെയാണ് കുട്ടികൾക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് എന്താണ് അങ്ങനെ ഫുൾ A+ ഇത്രയും മക്കൾക്ക് കിട്ടാനുള്ള കാരണം? അത് സിമ്പിളാണ്. നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സ്ട്രിക്റ്റായിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വളരെ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ടൈം ടേബിൾ ഉണ്ട് നിങ്ങൾക്ക്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളുടെ എക്സാം ടൈം വരെ വെക്കുന്നതല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് മുൻപ് നിങ്ങൾക്ക് നിങ്ങളുടെ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനും ഒക്കെയുള്ള ടൈം എല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടുള്ള ഒരു ടൈം ടേബിളോട് കൂടിയിട്ടുള്ള ക്ലാസ്സാണ് നിങ്ങൾക്ക് നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, നമ്മളൊരു ചാപ്റ്റർ പഠിക്കാൻ പോകുന്നതിന് മുൻപ് നമുക്ക് നോക്കുമ്പോൾ ഇതിനകത്ത് ഇപ്പോൾ എന്താ ഉള്ളത്, ഇതിനകത്ത് എത്ര ടോപ്പിക്സ് ഉണ്ട്, ഇതിൽ ഏതൊക്കെ ടോപ്പിക്സാണ് ഇമ്പോർട്ടൻറ്റ് എന്ന് നമുക്കൊരു ഐഡിയ കിട്ടില്ല നമ്മൾ ആദ്യമായിട്ട് 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത്. പക്ഷേ നിങ്ങൾ നമ്മളുടെ എക്സാം വിന്നറുടെ ലക്ഷ്യ ബാച്ചിൽ ഓരോ സബ്ജക്റ്റിനും നിങ്ങൾ ബാച്ച് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഓരോ സബ്ജക്റ്റിനും ഓരോ സെപ്പറേറ്റ് ഏരിയ ഉണ്ട്, ഓരോ സബ്ജക്റ്റിലും എല്ലാ ചാപ്റ്റേഴ്സും സെപ്പറേറ്റ് ഏരിയ ഉണ്ട്. ആ ഓരോ ചാപ്റ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലേണിംഗ് വീഡിയോസ് കാണും. അപ്പോൾ ഇവിടെ എൻ്റെ മക്കളെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ചാപ്റ്ററിൽ മിസ് ഇപ്പോൾ പറയുകയാണ്, ഇപ്പോൾ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഒരു 5 ലേണിംഗ് വീഡിയോസ് ആണെന്ന് കരുതും. ഒരു കുഞ്ഞ് ചാപ്റ്റർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരു 5 ലേണിംഗ് വീഡിയോസ് ഒക്കെ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ലേണിംഗ് വീഡിയോസിൻ്റെ ടോപ്പിക്കും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു ചാപ്റ്ററിനകത്ത് എത്ര ടോപ്പിക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കാനാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത് എത്ര ഡ്യൂറേഷനാണ്, ഹാഫ് ആൻ അവർ ആണോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ആണോ 20 മിനിറ്റ് ആണോ അല്ലേ. ടോപ്പിക്കായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് നമുക്കൊരു അരമണിക്കൂർ സമയമുള്ളത് കഴിഞ്ഞാൽ നമുക്ക് സ്കൂളിൽ പോകണം, രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുകയാണെന്ന് കരുതാം, അരമണിക്കൂറോടെ നിങ്ങൾക്ക് ഒരു ടോപ്പിക്ക് പഠിക്കാം. ഇനി അതൊന്നുമല്ല, ചിലപ്പോൾ ചില മക്കൾക്കൊക്കെ ആണെങ്കിൽ ചില സമയത്ത് ടീച്ചേഴ്സ് 5ാമത്തെ ചാപ്റ്റർ എടുക്കും, അല്ലെങ്കിൽ 3ാമത്തെ ചാപ്റ്റർ എടുക്കും ആദ്യം തന്നെ, അല്ലെങ്കിൽ 2ാമത്തെ ചാപ്റ്റർ എടുക്കും. അങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2ാമത്തെ ചാപ്റ്റർ ഇവിടെ ഉണ്ട്, 3ാമത്തെ ചാപ്റ്റർ ഇവിടെ ഉണ്ട്, 4ാമത്തെ ചാപ്റ്റർ ഇവിടെ ഉണ്ട്, 5ാമത്തെ ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ചാപ്റ്റർ ആണോ വേണ്ടത് ആ ചാപ്റ്റർ വളരെ കൃത്യമായിട്ട് നിങ്ങൾ യൂട്യൂബിൽ കണ്ട ടീച്ചേഴ്സ് ആരൊക്കെയാണോ അവരെല്ലാവരും തന്നെ ആയിരിക്കും ഈ റെക്കോർഡഡ് ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുള്ളത്. അങ്ങനെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകൾ നമ്മളുടെ ലക്ഷ്യ ബാച്ചിലുണ്ട്. അടുത്തതായിട്ട് അതിൻ്റെയൊക്കെ നോട്ട്സ് എഴുതുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. ചില മക്കൾക്ക് എന്താണ് നോട്ട് അവർ എഴുതും, സെൽഫ് നോട്ട് ക്ലാസ് കാണുമ്പോൾ എഴുതുന്നത് നല്ലതാണ്, ചിലപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ ക്ലാസ്സിൽ എടുത്തിട്ടുള്ള ആ സെയിം സാധനത്തിൻ്റെ നോട്ടാണ് എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, PDF ആയിട്ട് കിട്ടാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് സെൽഫ് നോട്ട് വേണോ, നിങ്ങളുടെ സെൽഫ് നോട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മളുടെ PDF നോട്ടായിട്ട് കിട്ടും. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ സമയത്ത് എന്തെങ്കിലും മിസ് ചെയ്താലും ടെൻഷൻ അടിക്കേണ്ട, നമ്മുടെ PDF നോട്ട് നോക്കി കുട്ടികൾക്ക് എന്ത് ചെയ്യുക, അത് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഇനി അതല്ല നോട്ട് എഴുതാൻ മടിയുള്ള മക്കളാണെങ്കിൽ
നിങ്ങൾ നോട്ട് എഴുതണ്ട, വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള PDF നോട്ട്സാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ആൻഡ് അടുത്തത് ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. നിങ്ങൾക്ക് നമ്മളൊരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാപ്റ്റർ തിയറി നമ്മളുടെ ഈ ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈവ് സെഷൻസ് ഉണ്ടാകും. അതേപോലെ തന്നെ ലൈവായിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ഉണ്ടാകും. അപ്പോൾ നമുക്കൊരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഒത്തിരി ഡൗട്ട്സ് തോന്നും അല്ലേ. ഒന്നാമത് നമ്മളുടെ ഈ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ലേണിംഗ് വീഡിയോസിൽ ഇപ്പം നമുക്ക് ഇത്രയും വർഷമായിട്ട് അറിയാം ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ, ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് എന്തൊക്കെ സംശയങ്ങളാണ് ഉണ്ടാവുന്നതെന്ന്. അപ്പോൾ ആ സംശയങ്ങൾ കൂടെ ക്ലിയർ ചെയ്തുകൊണ്ടാണ് നമ്മളുടെ റെക്കോർഡഡ് ക്ലാസ്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ചാപ്റ്റർ പഠിച്ചു തരുമ്പോൾ, അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഡൗട്ട്സ് നോട്ട് ചെയ്ത് വെക്കുക. ചാപ്റ്റർ തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡൗട്ട് ക്ലിയറൻസ് ലൈവ് സെഷൻ ഉണ്ടാവും. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞാലോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ PYQ വീഡിയോ സൊല്യൂഷൻസ് യൂസ് ചെയ്യാം. അത് ഇത്രയും വർഷങ്ങളിലായിട്ട് ചോദിച്ചിട്ടുള്ള കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇവിടെ ഉണ്ടാകും. നിങ്ങൾക്ക് ആ വീഡിയോ ക്ലാസ് വേണേൽ കാണാം. അതിൻ്റെ നോട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആ നോട്ട്സ് വെച്ച് വേണമെങ്കിൽ എൻ്റെ മക്കൾക്ക് പഠിക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ ചാപ്റ്ററായിട്ട് പഠിച്ചു പോകുമ്പോൾ നമ്മൾ എപ്പോഴാണ് റിവൈസ് ചെയ്യാമെന്നായിരിക്കും എൻ്റെ മക്കൾ ആലോചിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് എക്സാംസ്. കുറേ മക്കൾ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ അവരുടെ ഓണപ്പരീക്ഷ എഴുതുന്നത്, ചിലപ്പോൾ അവരുടെ ക്രിസ്മസ് പരീക്ഷ എഴുതുന്നത്, ചിലപ്പോൾ പബ്ലിക് എക്സാമൊക്കെ ആദ്യമായിട്ട് എഴുതുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും അല്ലേ. നമുക്ക് ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ അത് എഴുത്തിലേക്ക് എത്തില്ല. ഒരു സെൻറ്റൻസ് നമ്മളത് എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം എന്ന് നമുക്ക് അറിയുന്നുണ്ടാവില്ല. കുറേ മക്കൾ പറയുന്നതാണ് മിസ് എനിക്ക് കോൺസെപ്റ്റ് അറിയാം പക്ഷെ എനിക്ക് മാർക്ക് കിട്ടുന്നില്ല. അത് എഴുതി ശീലം ഇല്ലാത്തതുകൊണ്ടാണ്. എക്സാം നമുക്ക് ഇത്ര സമയത്തിനുള്ളിൽ ഒരു ക്വസ്റ്റ്യൻ എത്ര എഴുതണം അത് നമ്മൾ ശീലിച്ചേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ശീലിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കുട്ടികൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വർക്ക്ഷീറ്റ് ഉണ്ടാകും. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാം ഉണ്ടാകും. ദെൻ മന്ത്ലി കമ്പൈൻഡ് എക്സാം ഉണ്ടാകും. അപ്പോൾ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ സബ്ജക്ട്സിൻ്റെയും ഓരോ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ടെസ്റ്റ് എഴുതും. പഠിച്ച ആൾക്ക് എന്താണ് എക്സാം എഴുതി കഴിഞ്ഞാൽ ഒരു കോൺഫിഡൻസ് കൂടും. അതുമാത്രമല്ല നമുക്ക് മനസ്സിലാകും എവിടെയാണ് നമുക്ക് എഴുതുമ്പോൾ മിസ്റ്റേക്ക് വരുന്നത്. അതൊക്കെ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, ക്ലിയറാക്കി പോവാം. അത് കഴിഞ്ഞിട്ടോ മന്ത്ലി കമ്പൈൻഡ് എക്സാം. എന്താണ് മന്ത്ലി കമ്പൈൻഡ് എക്സാം എന്ന് പറഞ്ഞാൽ? മക്കളെ ഇത്രയേ ഉള്ളൂ. ഒരു മാസം ചിലപ്പോൾ നിങ്ങൾ ബയോളജിയുടെ ഒരു ചാപ്റ്റർ ആയിരിക്കും, കെമിസ്ട്രിയുടെ ഒരു ചാപ്റ്റർ പഠിക്കുന്നുണ്ടാവും, ഫിസിക്സിൻ്റെ ഒരു ചാപ്റ്റർ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ ആ മാസം പഠിച്ച എല്ലാ ചാപ്റ്റേഴ്സും കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ഉണ്ടാവും. അപ്പം നമ്മൾക്ക് ആ ടെസ്റ്റ് എഴുതുന്നതോടുകൂടി ആ മാസം പഠിച്ച കംപ്ലീറ്റ് കാര്യങ്ങൾ എന്തായി, റിവൈസ്ഡായി. ആദ്യം തന്നെ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ടെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞ് ആ മാസം ആ പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ ടെസ്റ്റ് എടുത്തു. ഇനി മോഡൽ എക്സാംസ്. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഓണപരീക്ഷയുണ്ട്, ക്രിസ്മസ് പരീക്ഷയുണ്ട്, പബ്ലിക് എക്സാം ഉണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ ആ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ അയ്യോ ഓണപരീക്ഷയ്ക്ക് മാർക്ക് പറഞ്ഞാൽ ടീച്ചർ എന്ത് പറയും, ക്രിസ്മസ് പരീക്ഷയ്ക്ക് മാർക്ക് പറഞ്ഞാൽ വീട്ടുകാർ എന്ത് പറയില്ലേ, കുറേ ടെൻഷൻസാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മളുടെ എക്സാമിനർ എപ്പോഴായാലും എക്സാമിന് പറയുന്ന നമ്മൾ പഠിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസാണ് എക്സാമിന് വരാറ്. അപ്പോൾ നിങ്ങൾക്ക് ഓണപരീക്ഷയ്ക്ക് മുമ്പ് നമ്മളുടെ എക്സാമിനർ ഉണ്ടാക്കുന്ന ഒരു മോഡൽ എക്സാം എഴുതിയാലോ, ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുമ്പ് നമ്മുടെ എക്സാമിനറിൻ്റെ ഒരു മോഡൽ എക്സാം എഴുതിയാലോ, ഇനി പബ്ലിക് എക്സാമിന് മുമ്പ് നമ്മളുടെ എക്സാമിനറിൻ്റെ ഒരു മോഡൽ എക്സാം എഴുതിയാലോ, ടെൻഷൻ ഫ്രീ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ കുട്ടികൾക്ക് മോഡൽ എക്സാംസ് ഉള്ളത്. ഇനി കുറേ മക്കൾ എപ്പോഴും പറയുന്നതാണ് മിസ് ഇത് മാത്രം പോരാ, കുറച്ച് സിംപ്ലിഫൈഡ് നോട്ടും അല്ലേ ഒക്കെ ഉണ്ടെങ്കിൽ, ബുക്കായിട്ട് തന്നെ ഉണ്ടെങ്കിൽ അതാണ് ഭയങ്കര യൂസ്ഫുൾ എന്ന് കുറേ മക്കൾ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ എക്സാം വിന്നറിൻ്റെ തന്നെ ബുക്ക് സെറ്റ് ഉണ്ട്. ബുക്ക് സെറ്റ് എന്ന് പറഞ്ഞാൽ മക്കളെ ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ്, മലയാളം, ഹിന്ദി എല്ലാം ഉണ്ട്, ഇംഗ്ലീഷും ഒക്കെ ഉണ്ട്. അപ്പോൾ മലയാളം മീഡിയത്തിലെ മക്കൾക്ക് സെപ്പറേറ്റ് ഉണ്ട്, ഇംഗ്ലീഷ് മീഡിയത്തിലെ മക്കൾക്ക് സെപ്പറേറ്റ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ലക്ഷ്യ ബാച്ച് എന്ന് പറഞ്ഞാൽ മലയാളം മീഡിയത്തിലെയും ഇംഗ്ലീഷ് മീഡിയത്തിലെയും മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ആൻഡ് ഈ ഒരു ബുക്ക് സെറ്റിനകത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത്രയും ബുക്ക് സെറ്റ്, അതും 1240 രൂപയോളം വരുന്ന ബുക്ക് സെറ്റാണ്. നിങ്ങൾ പുറത്തൊന്ന് വില അന്വേഷിച്ചാൽ മതി. ടോട്ടൽ ബുക്ക് സെറ്റിന് എത്രയാണ് നിങ്ങൾ വില അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് വെറുതെ പറയുന്നതല്ല. 1240ഓളം വില വരുന്ന ഈ ബുക്ക് സെറ്റ് നമ്മുടെ ലക്ഷ്യ ബാച്ചിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടും. പക്ഷേ ഇത് ലിമിറ്റഡ് ഓഫറാണ് അല്ലേ, ലിമിറ്റഡ് ഓഫറാണ്, വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമുള്ള സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഈ ബുക്ക് സെറ്റിന് എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ മക്കളെ ചാപ്റ്റർ വൈസ് നോട്ട് ഉണ്ടാകും. അപ്പോൾ ബയോളജിയുടെ ഒരു ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ബയോളജിയിലെ 1ാമത്തെ ചാപ്റ്ററിൻ്റെ സിംപ്ലിഫൈഡ് നോട്ട്സ്. നിങ്ങൾക്കിപ്പോൾ ടെക്സ്റ്റ് വായിക്കാൻ മടിയാണോ, നിങ്ങൾ ആ നോട്ട്സ് വായിച്ചാൽ നിങ്ങൾക്ക് ആ കാര്യം 2 വരിയിൽ മനസ്സിലാക്കി തരും. എന്നിട്ട് നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ ഓ ഇതാണോ ഉദ്ദേശിച്ചത്,
ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് കുറേ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ടാവും, അതിൻ്റെ ആൻസർ ഇല്ല. ചിലപ്പോൾ ഒരു ടേബിൾ തന്നിട്ടുണ്ടാവും, അതിൻ്റെ ആൻസർ ഇല്ല. അതിൻ്റെ ആൻസർ നമ്മുടെ ബുക്കിലുണ്ടാവും. ഓക്കെ, ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഓൾറെഡി നമ്മളുടെ ആപ്പിൽ, നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ സൊല്യൂഷൻ ഉണ്ട്. അതിൻ്റെ നോട്ട്സും നിങ്ങൾക്ക് കിട്ടും. ഇനി നിങ്ങൾക്ക് ബുക്കിൽ തന്നെ വേണം, പെട്ടെന്ന് നോക്കുമ്പോൾ ഫോൺ കയ്യിലില്ല എന്നാണെങ്കിൽ ബുക്കിൽ വേണോ? നമ്മളുടെ ബുക്കിലുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ചിലപ്പോൾ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞ സമയത്ത് നമ്മൾ ആദ്യം സിമ്പിൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, ദെൻ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, ദെൻ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, പിന്നെ എസ്സേ ക്വസ്റ്റ്യൻ, അങ്ങനെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പാറ്റേണിലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദെൻ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. കഴിഞ്ഞ 2 വർഷത്തേക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മുടെ ബുക്കിലുണ്ടാകും. ദെൻ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ്, നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കുറേ ആക്ടിവിറ്റീസ് കൊടുക്കും അല്ലേ, ഓരോ ടോപ്പിക്ക് കഴിഞ്ഞാലും. പിന്നെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ലാസ്റ്റ് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതെല്ലാം നമ്മുടെ ബുക്കിലുണ്ട്. ഓക്കെ, ദെൻ ലെറ്റസ് എസ് എസ് ക്വസ്റ്റ്യൻസ്, അതാ മിസ് പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിൻ്റെ ലാസ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ്. ഇതെല്ലാം ഉള്ള ബുക്ക് സെറ്റാണ് നിങ്ങൾക്ക് നമ്മുടെ ലക്ഷ്യ ബാച്ചിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നത്. ആൻഡ് ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ്. അപ്പോൾ പെട്ടെന്ന് ജോയിൻ ചെയ്യുന്ന മക്കൾക്ക് മാത്രമേ ഇത് കിട്ടുന്നുണ്ടാവുള്ളൂ. ആൻഡ് ഇത് എന്തിനാണ് മിസ് ഇതിപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്? കാരണം നിങ്ങളെല്ലാവരും ചോദിച്ച നമ്മുടെ ലക്ഷ്യ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് മക്കളെ. നമ്മുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് April 16th. അപ്പോൾ ഇനി വിഷു ഒക്കെ കഴിഞ്ഞ് എൻ്റെ മക്കൾ വരുമ്പം നിങ്ങൾക്കൊരു വിഷു സമ്മാനമായിട്ട് നമ്മളുടെ എക്സാം വിന്നറിൻ്റെ ലക്ഷ്യ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആൻഡ് April 16th 7:30 ഓറിയൻറ്റേഷൻ ഉണ്ടാകും. എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളുടെ ആപ്പിലുള്ളത്, ഇതെല്ലാം മിസ് കാണിച്ചു തരാം. ഓൾറെഡി ഈ ഒരു ലൈവ് യൂട്യൂബിൽ പബ്ലിക്കായിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പം നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ ഓൾറെഡി ജോയിൻ ചെയ്ത മക്കളും ഇനി ഇതെല്ലാം കേട്ടിട്ട് മിസ് എനിക്ക് എന്തായാലും ബാച്ചിൽ ജോയിൻ ചെയ്യണം അങ്ങനെയുള്ള മക്കളും ഇനി ഓറിയൻറ്റേഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് April 16th. കാരണം April 16th കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ് അല്ലേ. ഏപ്രിൽ മുതലേ നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ് മക്കളെ. അപ്പം നിങ്ങൾ സ്കൂളിലൊക്കെ പോകുമ്പോഴെന്തായിരിക്കും, സ്കൂളിലൊക്കെ പോകുമ്പോഴേക്ക് നിങ്ങൾ ഓൾറെഡി 1, 2, 3 ചാപ്റ്റേഴ്സൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് സ്കൂളിൽ പോകണം, ഫ്രണ്ട്സിൻ്റെ ഒക്കെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യണം, ഒരു ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്ന സമയത്ത് പിടിച്ചോന്നും പറഞ്ഞ ആൻസർ പറയണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാനാണെങ്കിൽ 7592092021 ആൻഡ് വാട്സാപ്പ് ചെയ്യാനാണെങ്കിൽ 7592092021. ഓക്കെ, അപ്പം നമ്മുടെ ബാച്ച് ഫീ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള 1 year ഫീ ആണ് കേട്ടോ. ഇതിപ്പോൾ മിസ് സെപ്പറേറ്റ് ഇവിടെ എഴുതിയ കാരണം എന്താണെന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ 5999 കേൾക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മുടെ കുട്ടികൾ ചോദിക്കാറുണ്ട് മിസ് ഇതൊരു മാസമാണോ അല്ല 2-3 സബ്ജക്റ്റ് മാത്രമാണോ? കാരണം അങ്ങനെയൊക്കെ ചിലപ്പോൾ ട്യൂഷൻ പോകുന്നവരുണ്ടാവും, മാത്സിന് മാത്രം, ഫിസിക്സിന് മാത്രം. പക്ഷേ നമ്മുടെ എക്സാമിനറിന് അങ്ങനെയല്ല, ഈ പറഞ്ഞ എല്ലാ സബ്ജക്ട്സിനും കൂടെ ഒരു 1 yearന് വേണ്ടിയിട്ടുള്ള ഫീ ആണ് 5999. അപ്പോൾ താല്പര്യമുള്ള മക്കൾക്കാണെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യാം, വാട്സാപ്പ് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഓക്കെ, ആൻഡ് അത് മാത്രമല്ല നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് April 16th നിങ്ങൾ നമ്മളുടെ SSLC ചാനലിൽ വരിക. അപ്പോൾ നമ്മുടെ ചാനലിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഇവിടെ കാണാൻ വേണ്ടി പറ്റും നമ്മളുടെ എക്സാം വിന്നറിൻ്റെ ലക്ഷ്യ ബാച്ചിൻ്റെ ഓറിയൻറ്റേഷൻ April 16th 7:30 നമ്മുടെ SSLC ചാനലിൽ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളെല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. എന്നിട്ട് അവരോട് പറയുക ലക്ഷ്യ ബാച്ചിൽ പഠിക്കണം, ഫുൾ A+ വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇപ്പം തന്നെ എൻ്റെ മക്കളെല്ലാവരും ലൈവൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയറൊക്കെ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ലിങ്കൊക്കെ അയച്ചു കൊടുക്കുക. മക്കളെ ഇത് നമ്മളുടെ ലാസ്റ്റ് ചാൻസ് ആയിരിക്കും. കാരണം ബാച്ച് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പഠിച്ച് പോകും, നിങ്ങളെപ്പോഴും കളിച്ച് നടക്കുന്നുണ്ടാകും. ആൻഡ് അവർ ഫുൾ A+ വാങ്ങുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇരിക്കുന്നുണ്ടാവും, അയ്യോ എനിക്ക് പറ്റിയില്ലല്ലോ എന്ന് ആലോചിച്ചു. അപ്പം അങ്ങനെ ഒരു റിഗ്രറ്റ്, അങ്ങനെ ഒരു കുറ്റബോധം എൻ്റെ മക്കൾക്ക് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ള മക്കളാണെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്യാം. ഫുൾ A+ നമുക്ക് നെക്സ്റ്റ് ഇയറിൽ വാങ്ങിക്കണം. ആൻഡ് നമ്മുടെ പാരൻസിനെ പ്രൗഡാക്കണം, നമുക്ക് തന്നെ ഒരു സെൽഫ് പ്രൗഡ് മൊമെൻറ്റ് ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താല്പര്യമുള്ള മക്കളാണെങ്കിൽ ജോയിൻ ചെയ്യും.